എന്റെ കൊച്ചമ്മന് എല്ലാവിധ ആശംസകളും. അപ്പൊ അവര് 2 പെൺകുഞ്ഞുങ്ങള്, കുഞ്ഞാച്ചയുടെ ഒരു പെൺകുഞ്ഞ്. അപ്പൊ ആ കുടുംബത്തിലുണ്ടായ ഒരു ആൺകുട്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു വാത്സല്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഡുണ്ടുവിനോട്, ഇല്ലയോ? അവൻ ഇന്നലെ ഉറക്കിയില്ല, ഞങ്ങൾ ഉറക്കിയില്ല. പക്ഷെ എന്റെ 2 കൊച്ചുമക്കൾ എന്നെ നല്ല പോലെ ഉറങ്ങുമായിരുന്നു. പകൽ രാത്രി അത്ര നല്ല 2 സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണ്. അവർ ഭാവിയിൽ ഇതേ നല്ല സ്വഭാവം കാഴ്ചവെച്ച് എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവരും എന്ന നിലയിലും ആർച്ചിയെ പറ്റിയുള്ള അഭിപ്രായം. ഞാനിപ്പം വരുമ്പോ ഈ മറ്റേ ഇത്രയും പാട്ടുകൾ വരുമെന്ന് അവർക്ക് കുറച്ചുകൂടി മെച്ചൂറായി. എന്റെ ഭാര്യയായപ്പോൾ കുറെയൊക്കെ മെച്ചൂരിറ്റിയൊന്നും ഇല്ലായിരുന്നു. കാണിക്കും, 1-2 വഴക്കുണ്ടാക്കി. പക്ഷെ ഇപ്പോൾ നല്ലൊരു ക്ഷമ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, കൊച്ച് എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇപ്പോൾ നല്ലൊരു പഠിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെ മോൻ പഠിപ്പിച്ചതായിരിക്കും സംശയമില്ല. എന്തായാലും നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്. എന്നാലും കുറെ മാറ്റങ്ങൾ വന്നതിന് പ്രധാന കാരണം ആർച്ചയാണ്. ഞാനിപ്പോ എന്താണോ അതിന്റെ മെയിൻ റീസൺ ആർച്ച തന്നെയാണ്. തിരിച്ചാർച്ചയോട് ചോദിക്കുകയാണ്, ഭർത്താവ് എന്ന നിലയിലും കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിലും എന്തൊക്കെയാണ് ആരോഗ്യത്തെ പറ്റിയുള്ള ആർച്ചയുടെ അഭിപ്രായം? നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നതിൽ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. എന്റെ ലൈഫില് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ആരോമലിനെ ഞാൻ വിവാഹം കഴിക്കുന്നത്. അവിടെ മുതൽ എന്റെ ജീവിതം വളരെയധികം മാറി. അതിലെനിക്ക് ആരോമലിനോട് വളരെയധികം കടപ്പാടുണ്ട്. മോന്റെ വരവോടുകൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ആരോമൽ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. പിന്നെ എന്റെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും പറയാൻ എനിക്കും ഈ വേദിയിൽ എനിക്ക് വാക്കുകൾ പോരാതെ വരും. കാരണം എന്റെ കുഞ്ഞിനെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എനിക്ക് ആരോമൽ നേരത്തെ പറഞ്ഞതുപോലെ എത്ര മെച്യൂരിറ്റി ഞാൻ ആർജിച്ചെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ എങ്ങനെ ഈ വേദിയിൽ കൊണ്ട് നിർത്താനുള്ള ഒരു കഴിവ് എനിക്കില്ല. പിന്നെ എന്റെ അനിയത്തിയും എല്ലാവരും പിന്നെ ഇവിടെ ആരോമലിന്റെ വീട്ടിലായാലും പപ്പ നല്ല സപ്പോർട്ടീവാണ്. കുഞ്ഞിനെ കാണാൻ എപ്പോഴും വരും. ഞാനിവിടെ അവിടെ പപ്പ മാത്രമുള്ളതുകൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ പപ്പ എപ്പോഴും വന്ന് കുഞ്ഞിനെ കാണുകയും അതുകൊണ്ട് പപ്പയോട് കുഞ്ഞിനൊരു ബോണ്ടിങ് ഉണ്ട്. അവിടെ അല്ലേ പോയി എല്ലാവരോടും അതിന് പങ്കെടുക്കാൻ 2 മാസത്തേക്ക് എല്ലാ ആൾക്കാരും സന്തോഷത്തോടെ എത്തിച്ചേർന്നപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ പാട്ട് പാടുകയും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ അവതരിപ്പിച്ച് ധന്യ മുഹൂർത്തം വളരെ വിസ്മരണീയമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ആശംസകൾ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഇവിടെ വന്ന് ആശംസ അറിയിക്കാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ അവരുടെ കലാവാസനകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡുണ്ടുവിന്, ഞങ്ങൾ ലക്കിയെന്ന് വിളിക്കുന്ന ഡുണ്ടുവിന് മംഗളമേഘം മനസ്സിനെ എന്നും മംഗളം നേരുന്നു.
സ്വയമേ മാറിത്തോന്നി അണ്ണം വന്നിട്ടുണ്ട് ഇരുട്ടിൽ സിറ്റി വരും രാജവയ്ക്ക് എല്ലാരും ചൊല്ലെ ഇവനെ തൊഴിലാനായി മുൻകരുതിരട്ടെ കാലം നടുക്കുവപ്പോൾ സ്വർക്ക പോലും അണ്ണൻ തന്നാടും ബൈ. Thank you.